തിങ്ങി നിറഞ്ഞ കലോത്സവ വേദിയിൽ ഓടി നടക്കുന്നുണ്ട് ഒരു സെലിബ്രിറ്റി. നടൻ ജിബിൻ ജോർജ് ആണ് തന്റെ കലോത്സവ ഓർമ്മകൾ പങ്കുവച്ച് മീഡിയ വണ്ണൊപ്പം ചേർന്നത്. കലോത്സവ വേദിയിൽ മത്സരാർത്ഥികളൊക്കെ വേദി വിട്ട് മറ്റൊരു വേദികളിലേക്കുള്ള ഓട്ടത്തിലാണ്. അതിനിടയ്ക്കാണ് സിനിമാ സെറ്റുകളിൽ നിന്ന് മറ്റൊരു സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിലുള്ള തിരക്ക് പിടിച്ചൊരു നടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിബിൻ ജോർജ് ആണ് മീഡിയ വണ്ണിനോടൊപ്പം ഉള്ളത്. ബിബിൻ ചേട്ടാ നമസ്കാരം. നമ്മള് ഈ കലാകാരന്മാരുടെ സിനിമാ നടന്മാരുടെ ഒക്കെ ഒന്ന് പശ്ചാത്തലം തിരഞ്ഞു കഴിഞ്ഞാല് പൊതുവേ കലോത്സവ വേദി, നാടകങ്ങൾ, നൃത്തം, അങ്ങനെ മൊത്തത്തിലാകെ കലോത്സവത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. നമുക്കങ്ങനെ വല്ലതും ഞാൻ പറഞ്ഞില്ലേ, പേടിപ്പെടുത്തുന്ന, ഭീതിജനകമായ, നെഞ്ചിടിപ്പിക്കുന്ന. കാരണം എപ്പോഴും മത്സരത്തിലെ ഭാഗമായിരിക്കുമല്ലോ, മിമിക്രി മത്സരമായിരിക്കും. എപ്പോഴും ഭയങ്കര ടെൻഷനാ ഈ പരിപാടി ചെയ്യലെന്ന് പറഞ്ഞാൽ, ഭയങ്കര ടെൻഷനാ. അപ്പൊ ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ ആ ടെൻഷനുണ്ട്. പഴയ ഓർമ്മകളൊക്കെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും ആ ഓർമ്മകളാണ് ഇവിടെ വന്നപ്പോ മുതൽ ആ വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കലോത്സവത്തിലേക്ക് എത്തിയിട്ട് വേദികളിലേക്ക് പോകുന്ന സമയം കിട്ടിയോ? തിരക്കാണെന്ന് അറിയാമെങ്കിൽ പോലും ഞാനിപ്പോ ആദ്യം മീഡിയയിൽ എല്ലായിടത്തും പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാന്നാണ് വിചാരിച്ചിരുന്നത്. സമാപന സമ്മേളനത്തിൽ ഉണ്ടാവോ? സമ്മേളനത്തിൽ ഉണ്ടാവില്ല, കാരണം എനിക്ക് വൈകിട്ട് വേറെ പരിപാടി ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ, കളവമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനാ എന്തിനും മുന്നിൽ വന്നു പരിതോമണം തൂകുമെൻ തിങ്കളേ. പിന്നല്ല, വേറെ എന്ത് വേണം എന്നുള്ളതാണ്. അതാണ് നമുക്ക് പാട്ട് നമുക്ക് കേൾപ്പിക്കാം. അപ്പോ ശുക്രനാണ് വിശേഷം. ശുക്രൻ അടുത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഫെബ്രുവരി 6 തിയേറ്ററുകളൊക്കെ ഇളകും. അപ്പൊ ഇളക്കാൻ വേണ്ടി മലയാളികൾ എല്ലാവരും തയ്യാറായിരിക്കുക. അപ്പോൾ തിരക്കുള്ള നടനെ നമുക്ക് തൽക്കാലം വിടാം. പ്രേക്ഷകർ എങ്ങോട്ടും പോകരുത്. സ്വർണ്ണക്കപ്പ് തൂക്കുന്നത് ആരാണ് എന്ന് നമുക്ക് കാത്തിരുന്നേക്കാം.